ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെമ്പനീർ പൂവിൻ്റെ പുതിയ ഭാഗമാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അതിനു മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാൻ. അപ്പോൾ അടുത്ത ഭാഗം എന്തായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ശ്രീകാന്തും വർഷയും കൂടിയുള്ള ഇതാണ്. അതായത് പറഞ്ഞാൽ ശ്രീകാന്തിനോട് വർഷ പറയുന്നത് അവനെ തന്നെ അടിക്കാനാണ് പറയുന്നത്. പക്ഷേ അവൾ അറിയുന്നില്ല ആരാ ശ്രീകാന്ത് ആരാണെന്ന്. അവൾ സ്നേഹിക്കുന്നത് ഹോട്ടൽ ഷെഫായ ഒരാളെയാണ്. അവളെ ആക്സിഡൻ്റ് പ്രശ്നത്തിൽ പൈസ വാങ്ങിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നത് വേറെ ആളാണ്. പക്ഷേ അവൾ പറയുന്നത് ശ്രീകാന്തിനോട് തന്നെയാണ് അവനെ അടിക്കാനും ദ്രോഹിക്കാനും ഒക്കെ പറയുന്നത്. അപ്പോൾ അവൻ ചിന്തിക്കുകയാണ്, ഞാൻ എന്നെ തന്നെയാണ് ചെയ്യേണ്ടതെന്ന് ചിന്തിച്ചിട്ട് ഒടുവിൽ അവനെ തന്നെ അടിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അവൾക്ക് ഫോണിൽ അയച്ചു കൊടുക്കാൻ വേണ്ടിയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ കാണിക്കുന്നത് നമ്മളെ കലാവതി അമ്മയും, അതായത് അച്ചമ്മയും പാറു അമ്മയും കൂടിയിട്ട് മുരിങ്ങ ചപ്പ് എടുത്ത് കറി വെക്കാൻ വേണ്ടി എടുക്കുകയാണ്. അപ്പോൾ പറയാണ് പാറുമ്മ പറയാണ്, കലാവതി അമ്മേ, 2 പേരുടെയും ഇഷ്ടപ്രകാരം വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരാൾ മാത്രം സമ്മതം മുളിയനെ കൊണ്ട് കാര്യമുണ്ടോ? അപ്പോൾ അച്ചമ്മ, അല്ല, 2 പേരുടെയും സമ്മതപ്രകാരം തന്നെയാണ് നടക്കുന്നത്. പറയുന്നത് പറഞ്ഞാൽ നമ്മളെ സച്ചിയെയും ദേവുവിനെയും കുറിച്ചാണ് പറയുന്നത്. പാറമ്മ പറയാണ്, സച്ചിക്ക് ഇഷ്ടക്കേടുണ്ട്. അപ്പോൾ അച്ചമ്മ പറയുന്നു, അവൻ സമ്മതം മൂളുന്നത് നീ കണ്ടതല്ലേ ക്ഷേത്രത്തിൽ വെച്ചിട്ട്. പാറമ്മ പറയാണ്, അതൊന്നും അവൻ്റെ പൂർണ്ണ മനസ്സോടെയല്ല. അപ്പോൾ അച്ചമ്മ പറയുന്നു, അതൊക്കെ കാത്തു നിന്ന് കഴിഞ്ഞാൽ ഇതിങ്ങനെ നീണ്ടു പോവുകയുള്ളൂ എന്നാണ് അച്ചമ്മ പറയുന്നത്. പെട്ടെന്ന് തന്നെ അവൾക്കൊരു കുഞ്ഞുണ്ടാവണം, അതാ എൻ്റെ ആഗ്രഹം. ഞാൻ ആലോചിച്ചെടുത്തൊരു തീരുമാനമായത്. ഇന്ന് തന്നെ അവർ ഒന്നാവണം. അപ്പോൾ രേവതി വരുന്ന കണ്ടിട്ട് പാറമ്മ പറയാണ്, അതാ കുഞ്ഞ് വരുന്നു. അപ്പോൾ കുഞ്ഞ് വന്നിട്ട് പറയുന്നത് പറഞ്ഞാൽ, അച്ഛമ്മ ചോറ് വെന്തിട്ടുണ്ടേ, ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ സച്ചി വന്നിട്ട് പറയാണ്, അച്ഛമ്മ ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരികയാണേ. അച്ഛമ്മ നിൽക്കടാ അവിടെ. അപ്പോൾ സച്ചി, എവിടെയെങ്കിലും പോകണമെങ്കിൽ ഇവളോട് കൂടി പറഞ്ഞിട്ട് വേണമല്ലോ പോകാൻ. എന്നാൽ ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം. അപ്പോൾ അച്ഛമ്മ, അവിടെ നിൽക്കടാ, ഞാൻ എന്നോട് പറഞ്ഞതല്ലേ എവിടെയും പുറത്തൊന്നും പോകാൻ പാടില്ല എന്ന്, ഇവിടെ തന്നെ നിൽക്കണമെന്ന്. അതെന്താ കാര്യം? എന്താ കാര്യമെന്നോ? അമ്പലത്തിൽ വെച്ചിട്ട് ഞാൻ നിന്നോട് പറഞ്ഞതൊക്കെ നീ മറന്നോ? ഇന്ന് രാത്രി ശാന്തി മുഹൂർത്ത ദിവസവും സമയമോ ഒക്കെ കുറിച്ചത് നിന്നോട് പറഞ്ഞതല്ലേ. മതി എല്ലാം എനിക്കറിയാം. അത് രാത്രിയല്ല അച്ഛമ്മേ, ഞാൻ പെട്ടെന്ന് പുറത്ത് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരും. അപ്പോഴേക്ക് ഞാനിങ്ങ് എത്തിക്കോളും. ഇവിടെ ഇരുന്നിട്ട് ബോറടിക്കുന്ന അച്ഛമ്മേ. ബോറടിക്കുന്നെങ്കിൽ നീ പോയി TV കാണ്, അല്ലെങ്കിൽ നീ ഫോണിൽ നോക്കി കളിക്ക്. അതും അല്ലെങ്കിൽ നിനക്ക് രേവതിയോട് സംസാരിച്ചുകൊണ്ടിരിക്കാമല്ലോ. അതും പറ്റില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ ഇരിക്ക്, നമുക്ക് എല്ലാവർക്കും കൂടി സംസാരിക്കാം. എൻ്റെ അച്ഛമ്മേ, ഞാൻ വല്ലപ്പോഴും അല്ലേ ഇങ്ങോട്ട് വരുന്നത്. ഫ്രണ്ട്സിനെയൊക്കെ കണ്ടിട്ട് എത്ര നാളായി. പ്ലീസ് അച്ഛമ്മേ, ഞാൻ അവരെയൊക്കെ കണ്ടിട്ട് വേഗം വരാം അച്ഛമ്മേ. അപ്പോൾ സുഹൃത്തുക്കളെ കാണാനാണ് പോകുന്നത്. അവനൊന്നതിൻ്റെ ഇടയിൽ രേവതിനെ നോക്കുകയാണ്. അപ്പോൾ അച്ഛമ്മ പറയാണ്, എടാ, നിൻ്റെ ഇവിടുത്തെ സുഹൃത്തുക്കളെക്കുറിച്ചൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. ഒന്നിനെ വിശ്വസിക്കാൻ പറ്റില്ല. നിന്നെയും കൂട്ടി അവർ വേണ്ടാത്തടത്തൊക്കെ പോകും. നേരത്തെയും കാലത്തെയും നിനക്ക് ഇവിടെ ഇങ്ങോട്ട് എത്താനേ പറ്റില്ല. അതുകൊണ്ട് ഇനി എത്തിയാൽ തന്നെ 4 കാലിലായിരിക്കും വരവ്. ഇല്ല അച്ഛമ്മേ, ഞാൻ ബാറിൽ പോവില്ല. കാര്യം ഇവിടെ വന്നിട്ട് ഞാൻ ഇതുവരെ കുടിച്ചോ? ഇല്ലല്ലോ. ഞാൻ ദൂരത്തൊന്നും പോകുന്നില്ല അച്ഛമ്മേ. ഞാൻ അച്ഛമ്മൻ്റെ കണ്ണുമെട്ട തന്നെ ഉണ്ട്. അച്ഛമ്മ ഡാ സച്ചി എന്ന് വിളിക്കുമ്പോൾ ഞാൻ വരുന്നു അച്ഛമ്മേ എന്ന് പറഞ്ഞ് ഓടി വരാം. പ്ലീസ് അച്ഛമ്മേ, ഞാൻ പോയിട്ട് വരട്ടെ. അപ്പോൾ പാറമ്മ, എന്നാൽ പിന്നെ അടുത്തല്ലേ പോകുന്നത്, വിട്ടേക്ക്. അതെ, ഞാനല്ല പറയേണ്ടത്, അവൻ്റെ ഭാര്യയാണ്. രേവതി, നീ എന്താ പറയുന്നത്? ഇവിടെ ഇരിക്കട്ടെ എന്നാ അല്ലെങ്കിൽ പോയിക്കോട്ടെ എന്നാ? അത് കേട്ടപ്പോൾ സച്ചി നല്ല ആക്ഷനാ. അവളുടെ അടുത്ത് പറയാണ് മുഖം കൊണ്ട്, പോയിക്കോട്ടെ പ്ലീസ്, ഞാൻ പോയിക്കോട്ടെ, വേഗം വരാം, ഇപ്പോൾ വരാം. അവളപ്പോൾ എന്ന് ചോദിക്കുന്നുണ്ട്. അച്ഛമ്മ 2 പേരെയും മാറി നോക്കുകയും ചെയ്യുന്നുണ്ട്. അച്ഛമ്മ കണ്ടു എന്ന് മനസ്സിലാക്കി അവനൊരു ഭാഗത്തേക്ക് തിരിഞ്ഞു. അപ്പോൾ അച്ഛമ്മ പറയാണ്, നിൻ്റെ മുഖം തടാ ഒരു ഭാഗത്തേക്ക് കോടിപ്പോയോ? നീ ഗോഷ്ഠിയൊന്നും കാണിക്കണ്ട, അവൾ തീരുമാനിക്കട്ടെ നിന്നെ വിടണോ എന്ന്. അവർ പോയിട്ട് വരട്ടെ അച്ഛമ്മേ. എത്ര നേരം നേശിട്ടാണ് വീട്ടിൽ തന്നെ ഇരിക്കുക? കേട്ടോ, അവൾ പറഞ്ഞ് പോയിക്കോട്ടെ എന്ന്. ഞാൻ പോയിട്ട് വേഗം വരാം അച്ഛമ്മേ. ശരി, പോയിട്ട് വാ. പെട്ടെന്ന് വന്നില്ലെങ്കിൽ ഞാൻ നിന്നെ തേടി അങ്ങോട്ട് വരും. എൻ്റെ കയ്യിൽ നല്ല വടിയുണ്ടാവും. ഞാൻ പെട്ടെന്ന് വരാം അച്ഛമ്മേ.
അത് കഴിഞ്ഞ് അവൻ കിണറ്റും പടയും കൈയും ഊന്നി നിന്നിട്ട് അവളുടെ അടുത്ത് പറയാണ് താങ്ക്സ് എന്ന്. അപ്പോൾ അതിൽ അച്ചമ്മയ്ക്കും പാറുമ്മക്കും ഒക്കെ സന്തോഷമായി. പാറുമ്മ പറയാണ് അതെന്താ അവൻ തേങ്ങ എന്ന് പറഞ്ഞിട്ട് പോയത്? അപ്പോൾ അച്ചമ്മ തേങ്ങ എന്നല്ല താങ്ക്സ്, നന്ദി എന്ന് പറഞ്ഞിട്ടാണ് അവൻ പോയത്. കെട്ടിയോളടുത്ത് നന്ദി പറയണോ? അപ്പം അച്ചമ്മ അതിനെന്താ പറയുന്നതിന്, അത് നല്ല കാര്യം തന്നെയല്ലേ. അപ്പം അച്ചമ്മ കേട്ടോ മോളെ, അവൻ നിൻ്റെ കൈപ്പിടിയിൽ ആകുന്നത് വരെ അച്ചമ്മ ശ്രമിക്കും. ഇനി നീ പിടിവിടരുത്, ഇനി മുറുക്കെ പിടിച്ചോളണം. അത് കഴിഞ്ഞ് അച്ഛൻ്റെ കോൾ വരുന്നതാണ് കാണിക്കുന്നത്. അച്ഛൻ്റെ കോൾ വന്ന് രേവതി എടുത്തിട്ട് അച്ചമ്മയ്ക്ക് കൊണ്ട് കൊടുക്കുകയാണ്. ആ മോനെ രവി, എന്താ? ഞാൻ നിന്നെ വിളിക്കാനിരിക്കുകയായിരുന്നു, അപ്പോഴാണ് നീ വിളിച്ചത്. എന്താ അമ്മേ വിശേഷം? നമ്മുടെ സച്ചിയുടെയും ദേവതിയുടെയും ശാന്തി മുഹൂർത്തത്തിന് നാളെ കുറിച്ചു. ഇന്ന് രാത്രിയാണ് ആ ദിവസം. അവനിത് സമ്മതിച്ചോ? ഒരുവിധം സമ്മതിപ്പിച്ചു. ഞാൻ പറഞ്ഞ അവൻ കേൾക്കാതിരിക്കുമോ? ശരിയാ, നേരത്തെ തന്നെ ഞാൻ അമ്മയുടെ അടുത്ത് വിടേണ്ടതായിരുന്നു. എന്തായാലും ഞാനിനി ഇവരെ കുറച്ചു ദിവസം കഴിഞ്ഞേ അങ്ങോട്ട് വിടുകയുള്ളൂ. മതി 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 മതി, കുറച്ച് നാൾ അവർ അവിടെ തന്നെ നിൽക്കട്ടെ. പിന്നെ ഞാനും സുധയും കൂടിയിട്ട് കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ട് അവളുടെ നാട്ടിലേക്ക് പോവാ. നാട്ടിലെത്തി അവൾക്ക് ഇച്ചിരി അഹങ്കാരം കൂടും, ഇച്ചിരി പൊങ്ങച്ചവും കൂടും. കല്യാണത്തിന് വരാനാ ക്ഷണിക്കുന്നതെന്ന് അവളുടെ അടുത്ത് പറയണം, വെറുപ്പിക്കാനല്ല വിളിക്കുന്നതെന്ന്. അത് ഞാൻ ശ്രദ്ധിച്ചോളാം അമ്മേ. ശരി, എന്നാൽ നിങ്ങൾ പോയിട്ട് വാ. ശരി അമ്മേ. കോള് കഴിഞ്ഞ് അച്ചമ്മ നമ്മളെ രേവതിയോട് പറയാണ്, രവിക്ക് സന്തോഷമായി മോളെ. പിന്നെ കാണിക്കുന്നത് ചന്ദ്രയും നമ്മളെ രവിയും കൂടി കല്യാണം വിളിക്കാൻ വേണ്ടി പോകാൻ തയ്യാറെടുക്കുകയാണ്. അപ്പോൾ ചന്ദ്ര ചോദിക്കുകയാണ്, കല്യാണ കത്തൊക്കെ എടുത്ത് വെച്ചല്ലോ, ശരിക്കും മേൽവിലാസമൊക്കെ എഴുതിയല്ലോ? എല്ലാം എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ തന്നെ എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുന്ന വന്ന ടീമാണത്. അതുകൊണ്ട് എല്ലാവരെയും ശ്രദ്ധിച്ചിട്ട് നീ തന്നെ വിളിച്ചോളാം. എൻ്റെ സ്വന്തക്കാരൊക്കെ വഴക്കാളികൾ തന്നെയാണ്, നിങ്ങളെ സ്വന്തക്കാരൊക്കെ മാന്യന്മാരാണല്ലോ. ചന്ദ്രേ, നമ്മുടെ കല്യാണത്തിന് നിൻ്റെ ചിറ്റപ്പൻ കുടിച്ചിട്ട് വന്നിട്ട് വഴക്കുണ്ടാക്കിയത് ഓർമ്മയുണ്ടോ? സാമ്പാറിൽ മീനില്ലെന്ന് പറഞ്ഞ് അന്ന് ഇവിടെ കിടന്നിട്ട് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത്. ഇനിയും പറയണ ഞാൻ കഥകൾ? നിങ്ങൾ രാജവംശത്തിൽപ്പെട്ടവരാണല്ലോ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. എൻ്റെ കുടുംബത്തിലുള്ളവരെല്ലാവരും നല്ല വിദ്യാഭ്യാസമുള്ളവരാ. ഒന്നോ രണ്ടോ പേര് പ്രശ്നക്കാരാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാവരെയും അടിച്ച് ആക്ഷേപിക്കേണ്ട ആവശ്യമില്ല. അപ്പോഴാണ് സുധി സ്റ്റെയർകേസ് ഇറങ്ങി വരുന്നത്. അപ്പോൾ അച്ഛൻ പറയാണ്, വന്നല്ലോ വിദ്യാസമ്പന്നൻ. ഇതുപോലുള്ള വഷളന്മാർ തന്നെയാണ് അവിടെയുള്ളത്. വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ചന്ദ്രേ. സത്യം പറഞ്ഞാൽ എനിക്ക് ക്ഷണിക്കാൻ പോകാൻ നാണക്കേട് തോന്നുന്നു. ഇവൻ്റെ കല്യാണക്കത്ത് ഒരു തവണ കൊടുത്തതാണല്ലോ, ഇപ്പോൾ വീണ്ടും കൊടുക്കാൻ പോവാ. ആളുകൾ നമ്മളെ നോക്കി ചിരിക്കും. ഓടിപ്പോയവൻ ആ പെണ്ണിനെയും കല്യാണം കഴിച്ചിട്ടാണ് വന്നതാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോൾ അവൾ ഓടിപ്പോയില്ലേ, ആളുകൾക്ക് ചിരിക്കാൻ ഇത് പോരെ. അപ്പോൾ അമ്മ പറയാണ്, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. പാവം എൻ്റെ മോൻ അതൊക്കെ മറന്നു, വീണ്ടും ഇനി അതൊന്നും ഓർമ്മിപ്പിക്കണ്ട. അവൻ മറന്നു കാണും, പക്ഷേ ഈ നാട്ടുകാരും ബന്ധുക്കളും മറക്കാനിടയില്ല. ആരെയും കല്യാണം വിളിക്കണ്ട എന്നാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. നീ എന്തെങ്കിലും എടുക്കാണ്ട് എടുക്ക് പോകാൻ. അത് കഴിഞ്ഞ് ചന്ദ്ര അവിടെ നിന്ന് പോയി. അപ്പോൾ അതിൻ്റെ ബാക്കിൽ നിന്ന് അവനും പോകാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ അച്ഛൻ വിളിക്കുകയാണ്, എടാ നീ നിൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചോ? വേണ്ട അച്ഛാ, ഞാനാരെയും ക്ഷണിക്കുന്നില്ല. എന്തുകൊണ്ടാണ് നീ ക്ഷണിക്കാത്തത്? അച്ഛനിപ്പോൾ പറഞ്ഞത് തന്നെയാണ് കാരണം. അതും പറഞ്ഞവൻ നടന്നു നീങ്ങി എവിടെയൊന്നും. അപ്പം ബോധമുണ്ട്. അപ്പോൾ പിന്നെ കാണിക്കുന്നത് സച്ചിയും കൂട്ടുകാരൊക്കെ അവിടെ ഇരുന്നിട്ട് സംസാരിക്കുന്ന സീനാണ്. അപ്പോൾ ഒരാൾ പറയാണ്, എടാ നമുക്ക് ചൂണ്ടയിടാൻ പോയാലോ? അപ്പോൾ വേറൊരാൾ പറയാണ്, എടാ അതിൻ്റെ അകത്ത് മീനൊന്നും കാണില്ല, അതൊക്കെ രേവതി ഇവൻ്റെ ഭാര്യ വീണപ്പോൾ തന്നെ അവൾ വിഴുങ്ങിക്കാണും. നിനക്കൊക്കെ തമാശ. ഞാൻ കുറച്ച് നേരം വൈകിയിരുന്നെങ്കിൽ അവൾ ശ്വാസം മുട്ടി ചത്തേനെ. എടാ അങ്ങനെയെങ്കിലും നീ ഒന്ന് അവളെ തൊട്ടില്ലേ? എടാ വേണ്ടടാ അവൻ ഇക്കിലാക്കുകയാണ് അതും പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ ശരിക്കും തൊടാൻ പോവുമല്ലേ, ശാന്തി മുഹൂർത്തമല്ലേടാ കള്ള. ഇതൊക്കെ കല്യാണം കഴിഞ്ഞാൽ നടക്കേണ്ടതല്ലേടാ. അപ്പോൾ വേറൊരാൾ, നീ എന്താടാ ഇത്രയും താമസിച്ചത്? അപ്പോൾ വേറൊരാൾ, നീ എന്താ ഇത്രയും നാൾ ബ്രഹ്മചാരിയായി നടന്നേന്ന്?
എടാ എനിക്ക് കുറേ കടമുണ്ട്, അതിൻ്റെ കൂടെ കാറിൻ്റെ ഡ്യൂ വേറെയുണ്ട്. അയ്യോ മഹേഷ് ഡ്യൂ അടച്ചു കാണുമോ? ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് അവൻ മഹേഷിനെ വിളിക്കാൻ വേണ്ടി പോയി. അപ്പം മഹേഷിനെ വിളിച്ച സമയത്ത് മഹേഷ്, എടാ സച്ചി എന്ത് ചെയ്യുന്നു? എടാ നീ കാറിൻ്റെ ഡ്യൂ അടച്ചോ? ഇല്ലടാ അടക്കാം. ഇതുവരെ ആയിട്ടും അടച്ചില്ലേ? എടാ അത് പ്രശ്നമാകുമല്ലോ. നീ ടെൻഷൻ ആവണ്ട, എല്ലാം ഞാൻ അടച്ചോളും. അപ്പോൾ സച്ചി പറയാണ്, എടാ കാറിൻ്റെ ആയതുകൊണ്ടാണ് ടെൻഷൻ. സ്കൂൾ കുട്ടികളുടെ കാശ് കിട്ടിയില്ലേ, പിന്നെന്താ നീ അടക്കാൻ വൈകുന്നേ? കുറച്ച് പേരുടെയും കൂടി കിട്ടാനുണ്ട്. എടാ ഞാൻ അടച്ചോളൂ അത് സച്ചി, എനിക്കൊരു ലോങ് ട്രിപ്പ് പോകാനുണ്ട്. സമയമായി, ഞാൻ നിന്നെ വിളിച്ചോളാം. ആ ശരി. അപ്പോൾ കൂട്ടുകാർ പറയാണ്, ഇവിടെയുള്ള ഓരോരുത്തരും സാധാരണ കടം വാങ്ങിച്ചിട്ടാണ് കല്യാണം കഴിക്കാറ്. ഇവിടെ ഒരുത്തൻ ബ്രഹ്മചാരിയായിട്ട് ഇത്രയും കാലം നടന്നിട്ടും കല്യാണം കഴിച്ചിട്ട് കാശ് വേണമെന്ന് പറയുന്നു. അതിന് മറ്റെന്തോ കാരണമുണ്ട്, ഇവനെന്തോ ഒഴിവ് പറയുന്നതെന്നാണ് തോന്നുന്നത്. നിങ്ങൾക്കൊക്കെ ഇതിനെക്കുറിച്ച് മാത്രമേ പറയാനുള്ളൂ, ഒന്നും മിണ്ടാതിരിയടാ. അപ്പോൾ ഫ്രണ്ട്സൊക്കെ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ പിന്നെ കാണിക്കുന്നത് നമ്മളെ സുധി ഒരു വിഷമത്തോടെ അവിടെ സിറ്റിയിൽ ഇരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ പറയാണ്, ഞങ്ങൾ പോയിട്ട് വരാം എന്ന്. എന്നാൽ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാം. അവിടെ ഇവിടെയൊക്കെ ശ്രദ്ധിക്കണം, ജോലി കഴിഞ്ഞ് അവിടെ ഇവിടെയൊക്കെ തങ്ങാതെ എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലെത്താൻ നോക്കണം. ശ്രീകാന്തേ, എന്താ അച്ഛാ? റെസ്റ്റോറൻറ്റിൽ നിന്ന് നീ നേരത്തെ ഇന്ന് വരണം. ഫുഡും പന്തലിൻ്റെ കാര്യമൊക്കെ നീയാണല്ലോ ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അവർക്ക് അഡ്വാൻസ് വല്ലതും കൊടുക്കണോ? വേണ്ട അച്ഛാ, അവരൊക്കെ പരിചയത്തിലുള്ളവരാ. ശ്രീകാന്ത് ഇവരെ മൂന്നാമത്തെ മകനാണ്. ചന്ദ്രയെ നമുക്ക് പോകാം, സമയമായി. ഓട്ടോ വിളിച്ചിട്ടുണ്ടല്ലോ അല്ലേ? എന്തിനാ ഓട്ടോ? സച്ചിയുടെ കാറുണ്ടല്ലോ, മാഹിയെ വിളിക്കാം. നമുക്ക് അതിൽ പോയാൽ മതി. അച്ഛൻ, ഇപ്പോൾ സച്ചിയുടെ കാറ് വേണമല്ലേ? അങ്ങനെ നീ പോകണ്ട, മഹേഷ് ഓട്ടം പോയിട്ടുണ്ടാവും, നമുക്ക് ഓട്ടോയിൽ പോയാൽ മതി. അപ്പോൾ സുധിയെ നോക്കിയിട്ട് അച്ഛൻ പറയാണ്, എന്താടാ നിനക്കിന്ന് ജോലിക്ക് പോകണ്ടേ? അപ്പോൾ അമ്മ, നീ എന്തോ ജോലിക്ക് പോകുന്നുണ്ടല്ലോടാ. ഇന്ന് പോകുന്നില്ലേ എന്നാ അച്ഛൻ ചോദിക്കുന്നത്. ഓഫീസ് ആവശ്യത്തിന് ഒന്ന് പുറത്ത് പോകണം, അപ്പോൾ കുറച്ച് ലൈറ്റായിട്ട് എത്തിയാൽ മതി. അവൻ പൊക്കോളും, നിങ്ങളിങ്ങ് വന്നേ. അങ്ങനെ അച്ഛനും അമ്മയും പോയി. അപ്പോൾ ശ്രീകാന്ത് സുധിയെ തന്നെ നോക്കുകയാണ്, സുധി ശ്രീകാന്തിനെയും നോക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ശ്രീകാന്ത് ഉള്ളിലേക്ക് കയറിപ്പോയി. അച്ഛമ്മ ഇവിടെ ശാന്തി മുഹൂർത്തത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ തയ്യാറാക്കുകയാണ്. അപ്പോൾ പാറു അമ്മയോട് പറയാണ്, എപ്പോഴാ പാറു ഇനി നീ സാധനത്തിലുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വന്നേ. എല്ലാ സാധനവും നീ വാങ്ങിച്ചോ? മധുരമുള്ളതൊക്കെ ഒരുപാട് വാങ്ങിച്ചോ? എല്ലാം വാങ്ങിച്ചിട്ടില്ലേ ഞാൻ വന്നത്. നീ പറയുന്നതിന് മുമ്പേ വാങ്ങിച്ചോ? എന്നേക്കാൾ ഉത്സാഹമാണല്ലോ പാറുവിന്. ശരി, എല്ലാം അകത്ത് കൊണ്ടുപോയി വെക്ക്. അപ്പോഴേക്കും സച്ചി എത്തി കൂട്ടുകാരൻ്റെ കൂടെ വണ്ടിയിൽ. അപ്പോൾ അച്ഛമ്മ ചോദിക്കുകയാണ്, ഒരു ചുറ്റി വന്നോ? അച്ഛമ്മയ്ക്ക് വേറെ ജോലിയൊന്നുമില്ലേ? എന്തിനാ കിടക്കെടുത്തിട്ട് പുറത്തിട്ടത്? അച്ഛമ്മ കിടക്കെടുത്ത് പുറത്തിട്ടിട്ട് ഒരു വടിയൊക്കെ എടുത്തിട്ട് അതിനെ അടിച്ച് ശരിയാക്കുകയാണ്. പാവം, പഴയത് ക്ലീൻ ചെയ്യുക, പുതിയത് വാങ്ങിക്കാമായിരുന്നു, അവൻ്റെ കൂട്ടുകാരൻ പറയാണ്. അപ്പോൾ അവൻ പറയാണ്, എന്തിന്? ഒന്നും അറിയാത്ത പോലെ കൊച്ചു കള്ളൻ. അപ്പോൾ കള്ളത്തരം പറയുന്നോ? എന്താ അച്ഛമ്മേ? അച്ഛമ്മ എന്തിനാ കിടക്കയൊക്കെ ക്ലീൻ ചെയ്യുന്നതെന്ന്. അപ്പോൾ കൂട്ടുകാരൻ പറയാണ്, ഇന്ന് വിശേഷമല്ലടാ, വിശേഷപ്പെട്ട ദിവസമല്ലേ ഇന്ന്. എന്ത് വിശേഷമോ? വിശേഷപ്പെട്ട ദിവസം എന്ന് വെച്ചാൽ ഞാൻ കാറ് വാങ്ങിച്ചത്. അപ്പോൾ കൂട്ടുകാരൻ, നീ കാറ് വാങ്ങിച്ചതിന് കിടക്ക, അച്ഛമ്മ എന്തിനാണ് കിടക്ക വൃത്തിയാക്കുന്നത്? കിടക്കയും കാറും തമ്മിൽ എന്താടാ ബന്ധോ? അപ്പോൾ അവൻ തന്നെ പറയാണ്, എടാ ഇന്ന് നിൻ്റെയും രേവതിയുടെയും ഫസ്റ്റ് നൈറ്റ് അല്ലേ, അതിന് വേണ്ടിയാ ഈ മുന്നൊരുക്കം. ഈ അച്ഛമ്മയുടെ ഒരു കാര്യം. അവൻ പറയാണ്, നാട്ടുകാർ കണ്ട എന്ത് വിചാരിക്കും ഈ അച്ഛമ്മയുടെ ഒരു കാര്യം. അപ്പോൾ മറ്റവൻ പറയുന്നു, എടാ നീ ഒന്ന് കല്യാണം കഴിച്ചിട്ട് വെറുതെ ഇരിക്കുന്നു, എനിക്കൊന്നും പെണ്ണ് കിട്ടായിട്ട് ഞാൻ കളിക്കുന്നു. അപ്പോൾ സച്ചി, എടാ കല്യാണം കഴിക്കുകയേ ചെയ്യരുത്, ജീവിതം തൊലഞ്ഞു പോകും. അതൊക്കെ വെറുതെ പറയുന്നതാ, ചെല്ല് ചെല്ല് ചെല്ല്. എന്നിട്ട് രാത്രി എൻജോയ് ചെയ്. പോടാ പോടാ. ഇവനൊക്കെ എന്തറിഞ്ഞിട്ടായി പറയുന്നത്? സച്ചി എൻ്റെ അച്ഛമ്മയെ തന്നെ നോക്കി നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് അവൻ അച്ഛമ്മയുടെ അടുത്തെത്തി. എന്നിട്ട് അച്ഛമ്മയോട് പറയാണ്, അച്ഛമ്മേ എന്തിനാണ് ഇപ്പോൾ കിടക്ക വൃത്തിയാക്കുന്നത്? അതൊക്കെ ഉണ്ട്. നീ വന്ന് ഭക്ഷണം കഴിക്ക്, അതിനുശേഷം ഈ കടക്ക എടുത്തിട്ട് മുറിയിൽ കൊണ്ടുപോയി വെക്കും.
ഇതെല്ലാം കേട്ടുകൊണ്ട് രേവതി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അച്ഛമ്മ അവളെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് അച്ഛമ്മ അങ്ങ് പോയി. അപ്പോൾ അവന് കിടക്കയും കൊണ്ട് വരുമ്പോൾ അവളടുത്ത് ചോദിക്കുകയാണ്, എന്താ ആടി ഒരു ഭാവമാറ്റം? അവൻ അവളടുത്ത് ചോദിക്കുകയാണ്, ഒന്നുമില്ല. അത് കഴിഞ്ഞ് നമ്മൾ കാണിക്കുന്നത് പിന്നെ ശ്രീകാന്തിൻ്റെ രംഗമാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചൊരു പരുവത്തിലാക്കിയിട്ട് ഫോട്ടോ അയച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞതാണല്ലോ വർഷ. അപ്പോൾ അവൻ കണ്ണാടിയിൽ നോക്കിയിട്ട് അവൻ നല്ലൊരു കെട്ട് തയ്യാറാക്കി നെറ്റിയിൽ. അതിനുശേഷം കുറച്ച് ചുവപ്പ് കളറൊക്കെ അവിടെ ആക്കി. അതിനുശേഷം താടിയിലും ഒരു മുറിവ് മാതിരി അവിടെയും കുറച്ച് കളറൊക്കെ ആക്കിയിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് അവൾക്ക് അയച്ചു കൊടുക്കേണ്ട തയ്യാറെടുപ്പിലാണ്. അവൻ നല്ലൊരു രൂപ ആക്കിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവൻ തന്നെ ചിന്തിക്കുകയാണ്, സെൽഫി എടുത്താൽ പ്രശ്നമാവുമല്ലോ. അവൻ ടൈം വെച്ച് ഫോൺ ഓണാക്കി അങ്ങനെ അവൻ്റെ ഒരു ഫോട്ടോ എടുത്ത്. അത് കഴിഞ്ഞ് അവൻ അവളെ വിളിച്ചു, വർഷയെ. എന്നിട്ട് വർഷ ചോദിക്കുകയാണ്, ഹലോ ഷെഫ്, ഇതെന്താ ഇങ്ങോട്ട് വിളിച്ചേ? പുതിയ മെനു വല്ലതും പറയാനാണോ? അല്ല, താൻ തന്ന ഒരു ഓർഡർ തയ്യാറായിട്ടുണ്ട് എന്ന് പറയാനാണ് വിളിച്ചത്. ഓർഡറോ? ഞാനതിന് ഓർഡറൊന്നും തന്നില്ലല്ലോ. ഫുഡല്ല, എന്താണെന്ന് അറിയണമെങ്കിൽ ആ ഫോണൊന്ന് എടുത്ത് നോക്ക്. ഞാനൊരു ഫോട്ടോ അയച്ചിട്ടുണ്ട്. ഫോട്ടോയോ? അതെ, തന്നെ ഉപദ്രവിച്ച ഒരുത്തനെ അടിക്കണം തല്ലണം എന്നൊക്കെ പറഞ്ഞില്ലേ, അവൻ്റെ ഫോട്ടോ. നീ അവനെ തല്ലിയോന്നോ? ഇടിച്ച് ഇഞ്ചി പരുവാക്കിയില്ലേ? നീ ഇടിക്കുമ്പോൾ എന്നെ കൂടി വിളിക്കായിരുന്നില്ലേ? എൻ്റെ വക ഒരു 2 എണ്ണം കൂടി അവന് കൊടുക്കായിരുന്നു. താനും കൂടി ഇടിച്ചാലേ അവൻ മരിച്ചു പോകും. ഞാൻ ഇടിക്കാനായിട്ട് ഇനി ഒരു സ്ഥലം അവൻ്റെ ശരീരത്തിൽ ബാക്കിയില്ല. നീ ഫോട്ടോ നോക്ക്, അപ്പോൾ മനസ്സിലാവും. 1 സെക്കൻഡ്, ഞാനൊന്ന് നോക്കട്ടെ. അവൾ ഫോട്ടോ നോക്കി ഫോൺ എടുത്തിട്ട് എന്നിട്ട് അതിന് ശേഷം പറയാണ്, ഹലോ, ഫോട്ടോ ഹോസ്പിറ്റലിൽ നിന്ന് എടുത്തതാ? അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല, ഹോസ്പിറ്റലിൽ പോയി എടുത്തു. ഇതിപ്പോൾ നല്ല പരിക്കണ്ടല്ലോ, ഇങ്ങനെ ഇടിക്കണ്ടായിരുന്നു. ഞാൻ പിന്നെ അങ്ങനെയാണ്, ഇടിച്ചാൽ പിന്നെ നിർത്താൻ പറ്റില്ല എനിക്ക്. പിന്നെ എൻ്റെ ഫേവറേറ്റ് കസ്റ്റമറായ തന്നെ ഇടിക്കാൻ വന്നതല്ലേ, അപ്പോൾ പിന്നെ അത് ചിന്തിച്ചപ്പോൾ എൻ്റെ നിയന്ത്രണം അങ്ങ് വിട്ടുപോയി. 1 മാസമെങ്കിലും അവന് ബെഡിൽ തന്നെ കിടക്കേണ്ടി വരും. അവൻ നമ്മൾ വിചാരിച്ച കൂട്ടല്ല. അവൻ വലിയ ഗുണ്ടയാ. അവനെ തൊട്ടപ്പോൾ അവൻ്റെ 4 പേര് വന്നു എന്നെ ഇടിക്കാൻ വേണ്ടിയിട്ട്. അയ്യോ, എന്നിട്ട് അവർ നിന്നെ തല്ലിയോ? എനിക്കൊരു പ്രശ്നവുമില്ല. 4 പേരല്ല 10 പേര് വന്നാലും എനിക്കൊരു പ്രശ്നവുമില്ല. അവന് കൊടുത്തതുപോലെ തന്നെ ഞാൻ അവർക്ക് വിട്ട് കൊടുത്തു, അടിച്ചു ഓടിച്ചു എല്ലാത്തിനെയും. താൻ പറഞ്ഞതുപോലെയൊക്കെ ചെയ്ത് വിട്ടു. സന്തോഷമായില്ലേ? സന്തോഷമായി. പക്ഷേ എനിക്ക് 2 കൊടുക്കാൻ പറ്റാത്തതില്ല വിഷമം മാത്രമേ ഉള്ളൂ. പിന്നെ അടി നേരിൽ കാണാൻ പറ്റാത്തതിൻ്റെ സങ്കടവും. അവനെ കൊണ്ട് എന്നോട് നേരിട്ട് സോറി പറയിപ്പിക്കണമായിരുന്നു. അവൻ സോറിയൊന്നും പറയില്ല. എന്തുകൊണ്ട് പറയില്ല സോറി? അതിനവന് വാതുറക്കാൻ പറ്റണ്ടേ? അമ്മാതിരി ഇടിയല്ലേ ഞാൻ കൊടുത്തത്. നീ ബെസ്റ്റ് ഷെഫ് മാത്രമല്ല, ബെസ്റ്റ് ഫൈറ്റർ കൂടിയാ. ഇന്ന് മുതൽ നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ. ദിവസങ്ങൾ കഴിയും തോറും നമ്മൾ കൂടുതലായി അടുക്കുകയല്ലേ? അതെ, നമ്മൾ വല്ലാതെ അടുത്തു. നീ ഇപ്പം എൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ കെട്ടിപ്പിടിച്ചൊരു താങ്ക്സ് പറഞ്ഞേനെ. നിൻ്റെ റെസ്റ്റോറൻറ്റ് എവിടെയാ? സിറ്റിയിലാ, റെയിൽവേ സ്റ്റേഷൻ റോഡ്. ഞാനിപ്പം അങ്ങോട്ട് വരാം. എനിക്ക് തന്നെ നേരിട്ടൊന്ന് കാണണം. അയ്യോ, ഞാൻ ഇന്ന് ലീവാ. അവനെ ഇടിച്ചതിൻ്റെ ക്ഷീണമുണ്ട്, അതുകൊണ്ട് ഇന്ന് വീട്ടിൽ റെസ്റ്റ് എടുക്കുക. ശരി, റെസ്റ്റ് എടുക്ക്. ഞാൻ പിന്നെ വിളിക്കാം. പിന്നെ താങ്ക് യു സോ മച്ച്. അന്ന് ഞാൻ വെക്കട്ടെ, പിന്നെ വിളിക്കാം. ഓക്കെ എന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു. മറുതലക്കൽ അവളും കട്ട് ചെയ്തു. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത ഭാഗമായിട്ട് നാളെ വരുന്നതാണ്. സി യു ഓൾ.